ചെന്നൈ സൂപ്പർ കിങ്സ്ക്ക് പെരിയ വിസിൽ അടിക്കാനേ പറ്റില്ല. കാരണം ചെന്നൈ ചേപ്പോക്ക് സ്റ്റേഡിയത്തിൽ വിസിലടിയും നിരോധിച്ചിരിക്കുന്നു. ഈ ടോപ്പിക്കിലേക്ക് ഞാൻ പിന്നെ വരാം. അതിനു മുമ്പ് ഇന്ന് നടന്ന രണ്ടാമത്തെ മാച്ചിനെ കുറിച്ച് സംസാരിക്കാം. ഇംഗ്ലണ്ട് വേഴ്സസ് നേപ്പാൾ. നല്ല കിഡിയിലെ മാച്ചായിരുന്നു. എൻഡ് ടു എൻഡ് മറ്റേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ച്. ഇന്നലെ പാകിസ്ഥാൻ എങ്ങനെയാണോ വേർത്ത് ജയിച്ചത് അതേപോലെ തന്നെയാണ് ഇന്ന് ഇംഗ്ലണ്ട് ആവനാഴിയിലെ എല്ലാ അമ്പും പ്രയോഗിച്ചിട്ടാണ് ജയിച്ചത്. നേപ്പാളിന്റെ കിഡിലെ പെർഫോമൻസ്. ലാസ്റ്റ് ഓവർ വരെ അവര് പൊരുതി നോക്കി, പക്ഷെ ജയിക്കാൻ പറ്റിയില്ല. 4 റണ്ണിന്റെ തോൽവി. ദാറ്റ്സ് ഓക്കെ. ഫുൾ മെമ്പർ ടീം അല്ലാത്തൊരു നേഷൻ ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചത് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഇന്ന് നടന്ന ആദ്യത്തെ മാച്ച് അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ന്യൂസിലാൻഡ്, മറ്റേ വിസിലിന്റെ മാച്ച്. വിസിലിന്റെ കാര്യം വീണ്ടും ഞാൻ പിന്നെ പറയാം. മാച്ച് ആക്ച്വലി അഫ്ഗാനിസ്ഥാന്റെ കയ്യിലിരുന്നാണ്. 182 റൺസ് അവർ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് സ്കോർ ചെയ്തെങ്കിലും അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പവർ പ്ലേ ഓവേഴ്സിൽ അഫ്ഗാനിസ്ഥാന് നല്ല ഡോമിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പുവർ ബൗളിങ്ങും ഫീൽഡിങ്ങും കാരണം അടിഹറവ് പറയേണ്ടി വന്നു. നമുക്കറിയാം ന്യൂസിലാൻഡിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് എന്താണെന്ന്. അവരത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അവർ എക്സിക്യൂഷൻ എന്നൊക്കെ പറയാച്ചാൽ എവിടെയാണോ എക്സ്ട്രാ റൺസ് വേണ്ടത് അത് അടിച്ച് സ്കോർ ചെയ്തു. അങ്ങനെ 17.5 ഓവേഴ്സിൽ ന്യൂസിലാൻഡ് ജയിച്ചു. ലാസ്റ്റ് മാച്ച് മറ്റൊരു ആതിഥേയരായ ശ്രീലങ്ക വേഴ്സസ് അയർലാൻഡ്. എനിക്കിത് കൂടുതലൊരു വൺ സൈഡർ മാച്ചായിട്ടാണ് തോന്നിയത്. കാരണം ശ്രീലങ്ക ഇനീഷ്യലി ബാറ്റിങ്ങിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിൽ പോലും ഒരു പാർ സ്കോർ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അയർലാൻഡ് ശ്രീലങ്കൻ ബോളിംഗ് അറ്റാക്സിന് മുന്നിൽ പതറിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഫസ്റ്റ് പവർ പ്ലേയിലൊക്കെ കുറച്ച് സ്കോർ ഉണ്ടായിരുന്നു, പക്ഷെ ആ മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ദയനീയമായ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ബട്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദെയർ കം ബാക്ക്. പ്രഡിക്ഷൻ ടൈം. ഒരു ഫുൾ മെമ്പറില്ലാത്ത നേഷൻ സൂപ്പർ 8ലേക്ക് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. വാട്ട് അബൌട്ട് യു? പിന്നെ മറ്റേ വിസിലിന്റെ കാര്യം, അത് ഭയങ്കര സെൻസിറ്റീവായ ടോപ്പിക്കാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയ എല്ലൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അവർ വിസില് സ്റ്റേഡിയത്തിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിരോധിച്ചു. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. നന്ദി, നമസ്കാരം.